എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ആ വ്യക്തിയെ പ്രണയിച്ചിട്ടുണ്ടാവുക? നമ്മുടെ റിലേഷൻഷിപ്പ് അത്ര സുഖകരമല്ലാത്തൊരവസ്ഥയിൽ കൂടെ പോകുന്ന സമയത്ത് മിക്കവാറും എല്ലാവരും ആലോചിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. പക്ഷേ ഈ റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ നിങ്ങളോട് എന്താ പറഞ്ഞത്? നിങ്ങളുടെ കെമിസ്ട്രി ഭയങ്കര സെറ്റാണ്, വൈബ് മാച്ചിങ് ആണ്, ഡെസ്റ്റിനിയാണ് നിങ്ങൾ ഒന്നിപ്പിച്ചത് എന്നൊക്കെയല്ലേ? എന്നാൽ ഇതൊന്നുമല്ല സത്യം. ആക്ച്വലി യു ഡിഡിൻ ഫോൾ ഇൻ ലവ് വിത്ത് എ പേഴ്സൺ, യു ഫെൽ ഇൻ ലവ് വിത്ത് എ പാറ്റേൺ. എന്താണ് ഈ പറയുന്ന പാറ്റേൺ? എത്ര തരത്തിലുള്ള പാറ്റേൺ ഉണ്ട്? ഈ പാറ്റേണിൽ നമുക്ക് പുറത്തു വരാൻ പറ്റുമോ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിന്ന് നോക്കാം. ദിസ് ഈസ് മീ വരുൺ, വെൽക്കം ടു അനദർ വീഡിയോ. നല്ല രസമുള്ളൊരു ടോപ്പിക്കാണിത്. കുറച്ച് ദിവസം മുന്നേ ഈ പറയുന്ന അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് വായിക്കാനിടയായി. അപ്പോൾ ഇതിൻ്റെ അകത്താണ് മെയിനായിട്ട് ഈ പറയുന്ന റിലേഷൻഷിപ്പ് പാറ്റേൺസിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നത്. ഞാൻ അതിനെപ്പറ്റി ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആണ് എന്നുള്ളത്. അങ്ങനെയാണ് ഈ ഒരു വീഡിയോയിലേക്ക് ഞാൻ വരുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ആൾക്കാർ തമ്മിലുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ഹെൽത്തി ആണോ സേഫ് ആണോ നോക്കിയിട്ടോ അങ്ങനെയൊന്നുമല്ല. നമ്മളുടെ നെർവസ് സിസ്റ്റത്തിന് ഫെമിലിയർ ആയിട്ടുള്ള പാറ്റേൺസുമായിട്ട് ഒരു അട്രാക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഈ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇതെന്താണ് ഈ സാധനം എന്നുള്ളത്. നമ്മുടെ അഡൽഹുഡിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുവിധം പ്രോബ്ലംസിൻ്റെ ഒക്കെ റീസൺ ഉണ്ടാവുന്നത് നമ്മുടെ അപ്ബ്രിങ്ങിങ് ഫേസിൽ, അതായത് ചൈൽഡ്ഹുഡിൽ നമ്മൾ കടന്നുപോയ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അങ്ങനെയാണല്ലോ പൊതുവെ പറയുന്നത്. അതുപോലെ ഈ പാറ്റേൺസ് ഫോം ചെയ്യുന്നതും നമ്മുടെ ചൈൽഡ്ഹുഡിൽ നിന്നാണ്. അതായത് നമ്മളിപ്പോൾ മൊത്തത്തിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, ഒരു ലവ് എന്ന് പറയുന്ന ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ഇത് മൊത്തം വർക്ക് ചെയ്യുന്നത്. എന്താണ് ഈ സ്നേഹം എന്നുള്ളത് നമ്മൾ കുട്ടിക്കാലത്ത് എങ്ങനെ മനസ്സിലാക്കുന്നോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് പാറ്റേണിലാണ് എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. ഈ ലോകത്തിലുള്ള 50% ആൾക്കാരും പൊതുവെ പറയുന്നത് ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണെന്നാവും. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക, സ്നേഹവും കെയറും ഒക്കെ കിട്ടി വളർന്ന, വലിയ ട്രോമാറ്റിക് സിറ്റുവേഷനിൽ കൂടെ ഒന്നും കടന്നു പോയിട്ടില്ലാത്ത ഒരു വിധത്തിൽപ്പെട്ട ആൾക്കാരെല്ലാവരും സെക്യൂർ പാറ്റേണിലാണെന്നാണ് പറയുന്നത്. ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും ഓൾമോസ്റ്റ് 50% സെക്യൂർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കി 15 പറ്റിയിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ആ 15 ഈ പറയുന്ന ചൈൽഡ്ഹുഡിൽ അവർ സ്നേഹത്തിനെ മനസ്സിലാക്കിയ രീതി അനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. ആദ്യത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഫിക്സർ അല്ലെങ്കിൽ റെസ്ക്യൂർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. അത് പേര് കേട്ട പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവരെപ്പോഴും എന്താ പറയുക, സംതിങ് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇതിൽ വിശ്വസിക്കുന്നതാണ്. അതായത് സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു ഹെൽപ്പ് ഓഫർ ചെയ്യുക, ഹെൽപ്പിംഗ് ഹാൻഡ്, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ എന്താ പറയുക, എന്തെങ്കിലും പ്രോബ്ലത്തിനെ ഫിക്സ് ചെയ്യുക, അങ്ങനെ സ്നേഹം കൊണ്ട് ഹീൽ ചെയ്യാൻ നോക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഐഡിയ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ആൾക്കാരാണ്. മേ ബി അങ്ങനെ ആയിരിക്കും അവരെ വളർത്തിയിട്ടുണ്ടാവുക. അടുത്ത ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അവോയ്ഡൻറ്റ് എന്ന് പറയുന്നതാണ്. അവർ കുറച്ചും കൂടി ഒരു കൺട്രോൾഡ് എൻവയോൺമെൻറ്റിലൊക്കെ വളർന്നു വന്ന കുട്ടികൾ എപ്പോഴും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആരുമായിട്ടും ഒരുപാട് ക്ലോസ് ആവാൻ അനുവദിക്കാതെ അതായത് ഒരുപാട് ക്ലോസ് ആവുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിലൊരു എന്താ പറയുക, പറ്റിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്, അതിലൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട് എന്ന് തോന്നുന്നത് കൊണ്ട് അവരെല്ലാവരെയും ഒരു കയ്യകലത്തിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് അതിനപ്പുറം മാത്രം കീപ്പ് ചെയ്യുക എന്നുള്ള രീതിക്കൊക്കെയാണ് വളർന്നു വന്നിട്ടുണ്ടാവും. അപ്പോൾ അവർ ആക്ച്വലി ക്ലോസ് ആവാൻ പേടിയുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. പിന്നെ ഒരു കാറ്റഗറി വരുന്നതാണ് അബാൻഡൻമെന്റ് എന്ന് പറയുന്നത്, അതായത് ആങ്ഷ്യസ് എന്നൊക്കെ പറയും. ആ കാറ്റഗറീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഭയങ്കര ഇൻസെക്യൂർ ആണ്, ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫോം ഓഫ് ലവ് കണ്ട് വളർന്നവരാണ്. എപ്പോഴും ഒരു കയോസ്, പെയിൻ, ഇതൊക്കെയാണ് അവർ ലവ് എന്ന് പറയുന്ന സാധനമായിട്ട് അവർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അവർക്ക് എപ്പോഴും തോന്നുന്നത് എന്താ പറയുക, നമ്മളിതൊന്നും അനുഭവിക്കാൻ വേർത്തല്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ആങ്ഷ്യസ് നേച്ചർ കാണിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഈ പറയുന്ന 3 കാറ്റഗറി. ഇവർ തമ്മിൽ എന്താ പറയുക, ഇവർക്ക് വേണ്ടതും അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ളതുമായ പാറ്റേൺസുമായിട്ടാണ് ഇവർ അട്രാക്റ്റഡ് ആവുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഫിക്സർ അല്ലെങ്കിൽ റെസ്ക്യൂർ ടൈപ്പിന് എന്താണ് അവർക്ക് വേണ്ടത്? അവർക്കൊരു കിക്ക് കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഫിക്സ് ചെയ്യാൻ വേണം. അപ്പോൾ നോക്കുമ്പോൾ അബാൻഡൻമെൻറ്റും അവോയ്ഡൻറ്റുമായിട്ടുള്ള ഈ 2 കാറ്റഗറിയിലുള്ള ആൾക്കാരും എന്തെങ്കിലുമൊക്കെ ഫിക്സ് ചെയ്യാനുണ്ടാവും അവരുടെ രണ്ടുപേരുടെയും കയ്യിൽ. ഫിക്സർ അല്ലെങ്കിൽ റെസ്ക്യൂർ കാറ്റഗറിയിലുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും ഇവരുമായിട്ടൊരു ക്ലോസ്നെസ്സിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ പറയുന്ന റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിൽ, ഇപ്പോൾ സപ്പോസ് അവോയ്ഡൻറ്റ് കാറ്റഗറി ആയിട്ട് എടുക്കുവാണെങ്കിൽ, തുടക്കത്തിൽ അവർ നല്ല രീതിയിൽ കണക്ട് ചെയ്തൊക്കെ വന്ന് കുറച്ചിങ്ങനെ ക്ലോസ് ആയി വരുമ്പോഴാണ് ഈ അവോയ്ഡൻറ്റ് നേച്ചർ പുറത്തു വരിക. അവർക്ക് എന്താണ്, ക്ലോസ്നെസ് പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇയാളെ അകലേക്ക് പുഷ് ചെയ്ത് മാറ്റാൻ, ഒരു കയ്യകലത്തിലോട്ട് മാറ്റാൻ വേണ്ടി ശ്രമിക്കും. റെസ്ക്യൂർ എന്താണ് ചിന്തിക്കുന്നത്, ഞാൻ കൊടുക്കുന്ന ലവ് അല്ലെങ്കിൽ കെയർ പോരാത്തത് കൊണ്ടാണോ എന്നാണ്. അപ്പോൾ അവരത് കൂടുതലായിട്ട് കൊടുക്കാൻ നോക്കും. എഗെയിൻ ഈ വ്യക്തികൾ അവരെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും.
അങ്ങനെ അത് അവസാനം ഒരു ബേൺ ഔട്ട് അവസ്ഥയിലേക്ക് എത്തുകയും അവർ തമ്മിൽ രണ്ട് വഴിക്ക് പോവുകയും ചെയ്യും. ഇനി ഈ പറയുന്ന അബാൻഡൻമെന്റ് അല്ലെങ്കിൽ ആങ്ഷ്യസ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിലോ, ഫിക്സേഴ്സ് അപ്പോഴും ചെയ്യുന്നത് എന്താണ്? സ്നേഹം കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ഇനീഷ്യേറ്റീവ് എടുത്ത് പലതും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. തുടക്കത്തിൽ അത് ഇവിടെയും ഓക്കെയാണ്. പക്ഷെ ഒരു പരിധിയിൽ എത്തിക്കഴിയുമ്പം ഇവർ തോന്നും, അയ്യോ ഞാൻ ഇതുവരെ അനുഭവിക്കാത്ത തരത്തിലുള്ള സാധനമാണല്ലോ എനിക്ക് കിട്ടുന്നത്, ഇതെനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, ഇനി ഇത് കുറച്ച് കഴിഞ്ഞിട്ടാണ് എനിക്കിത് നഷ്ടമാവുന്നതെങ്കിൽ എനിക്കിത് എങ്ങനെ സഹിക്കാൻ പറ്റും, ഈ പോയിന്റ് വെച്ച് നിർത്താം, അല്ലെങ്കിൽ ഇത് ഞാൻ മുന്നോട്ട് പോയാൽ എനിക്ക് വിഷമമായിരിക്കും, എന്തായാലും എനിക്കിത് നഷ്ടപ്പെടാൻ പോവുകയാണ്, ഇങ്ങനത്തെ ഒരുമാതിരി ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് അവർ ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും അതും ഇല്ലാതാവും. ഇനി ഈ പറയുന്ന ആങ്ഷ്യസും അവോയ്ഡൻറ്റും തമ്മിലാണെങ്കിലോ, അവിടെ അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ അവോയ്ഡൻറ്റ് കാറ്റഗറിയിലുള്ള ആൾക്കാർ കുറച്ചൊരു ഇമോഷണൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ എടുക്കാൻ പറ്റുന്ന പോലത്തേക്ക് ആയിരിക്കണം. അപ്പോൾ അവരെന്താ പറ്റുക, ഈ പറയുന്ന ഇവരുടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള നീഡ്സ് ഒക്കെ ചിലപ്പോൾ ആദ്യം തുടക്കത്തിൽ കാറ്റർ ചെയ്ത് കൊടുക്കും. അവോയ്ഡൻറ്റ് ആൾക്കാരുമായിട്ട് ഇവർ പെട്ടെന്ന് അടുപ്പത്തിലാവും. അതായത് ആങ്ഷ്യസ് ആയ ആൾക്കാർ ഒരു സ്നേഹം കൊടുക്കുമ്പോൾ തന്നെ അവർ പെട്ടെന്ന് വന്നിട്ട് ക്ലോസ് ആവും. അപ്പോൾ ഈ ക്ലോസ്നെസ് ആകുമ്പോൾ എന്ത് പറ്റും, ഇവർക്ക് ഈ ക്ലോസ്നെസ് പറ്റില്ല. അപ്പോൾ നേരത്തെ ഫിക്സറിനോട് ചെയ്ത പോലെ തന്നെ ഇവരെന്ത് ചെയ്യും, ഇവരെ അങ്ങോട്ട് തള്ളി മാറ്റാൻ നോക്കും. അപ്പോൾ ഈ ആങ്ഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ചേസ് ചെയ്യാൻ തുടങ്ങും. ചേസ് ചെയ്യുമ്പോൾ ഇവർ ദൂരേക്ക് മാറിപ്പോവും. അങ്ങനെ അത് ഈ പറയുന്ന ആങ്ഷ്യസ് ക്യാരക്ടറുള്ള ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് എത്തുകയും അതും രണ്ട് വഴിക്ക് പോവുകയും ചെയ്യും. ഇങ്ങനെയാണ് നോർമലി ഇത് വർക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ ഇതുകൊണ്ട് പഠിക്കുമോ? ഇല്ല. അടുത്ത ഒരു റിലേഷൻഷിപ്പിലോട്ട് എത്തുമ്പോഴും ഇതേ പാറ്റേണിലുള്ള ആൾക്കാരെ തന്നെ നമ്മൾ തപ്പിക്കണ്ടുപിടിക്കും. എന്നിട്ട് ഇതേപോലെ തന്നെ ലൂപ്പിലേക്കൂടെ കടന്നു പോകും. അവസാനം ആവശ്യത്തിന് വിഷമവും സങ്കടവും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വരികയും ചെയ്യും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ പറയുന്ന പാറ്റേൺസിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റുമോ എന്നുള്ളതാണ്. ആക്ച്വലി പുറത്തു വരാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. എങ്ങനെയാണ് പുറത്തു വരാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം ഞാൻ ഏത് പാറ്റേണിലാണ് അല്ലെങ്കിൽ നമ്മൾ ഏത് പാറ്റേണിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ പ്രീവിയസ് റിലേഷൻഷിപ്സ് നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്യാം. നമ്മൾ ഏത് കാറ്റഗറിയിലായിരുന്നു ഉണ്ടായിരുന്നത്? നമ്മൾ ഗിവർ ആയിരുന്നോ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന അവോയ്ഡൻറ്റ് പോലെ ആയിരുന്നോ, അവരെ തള്ളി മാറ്റിക്കൊണ്ടിരിക്കുകയാണോ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ക്ലോസ് ആവുന്ന സമയത്ത് നമുക്കൊരു പേടി ഉണ്ടായിരുന്നോ, അല്ലെ കൺഫ്യൂസ്ഡ് ആയിരുന്നോ? ഇങ്ങനെ ഏത് കാറ്റഗറിയിലാണെന്ന് നമ്മൾ തന്നെ സ്വയം കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാരിറ്റി വരും ഇതാണെന്നുള്ളത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പ്രോസസ്സ്, അതായത് ഈ റിലേഷൻഷിപ്പിൽ ആവുന്ന പ്രോസസ്സില്ലേ, അതൊന്ന് സ്ലോ ചെയ്യുക. ചാടി കയറി അങ്ങോട്ട് പോവാതിരിക്കുക. ഒരാളെ കാണുമ്പോൾ തന്നെ അയാളെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോകാന്ന് പറയുന്ന ഒരു സെറ്റപ്പില്ലേ, അത്ര അങ്ങോട്ട് ചാടി കയറി പോവാതെ ഈ പ്രോസസ്സ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക, ഒന്ന് ചിന്തിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മളെപ്പോഴും ഒന്നും ഒരുപാട് ചെയ്യാതിരിക്കുക. അതായത് ഓവറായിട്ട് തിങ്ക് ചെയ്യാതിരിക്കുക, ഓവറായിട്ട് സ്നേഹിക്കാതിരിക്കുക, ഓവറായിട്ട് ഒരു ഡിസ്റ്റൻസ് ഇടാതിരിക്കുക. എല്ലാം ഒരു മിനിമത്തിൽ വെച്ചുകൊണ്ട് നിൽക്കുക. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ഈ പറയുന്ന കണ്ടിന്യൂസ് ആയിട്ട് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണലി ഉള്ള ഒരു സൈക്കോളജിസ്റ്റിനെ ആരെങ്കിലും കണ്ട് നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകൾ പറയാം. എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. ലോകത്തിലെ 50% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാർ ഇതുപോലത്തെ ഈ പറയുന്ന ലൂപ്പിൽ പെട്ടിട്ട് വൺ ആഫ്റ്റർ അനദർ എന്നുള്ള രീതിയിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ എൻഡ് ചെയ്യാൻ പറ്റാതെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു നോർമൽ തിങ് ആണ്. പറയുന്ന പാറ്റേൺ ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുക. ഇനി അത് ഐഡന്റിഫൈ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ സ്വയം ഇതുപോലെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യുക. ഇതുപോലത്തെ ലൈഫ് റിലേറ്റഡ്, റിലേഷൻഷിപ്പ് റിലേറ്റഡ് വീഡിയോസും കണ്ടന്റുമായിട്ട് ഇനി ഞാൻ വരാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.